ഞാൻ ഇന്നലെ ചങ്ങനാശ്ശേരിക്ക് പോയപ്പോഴേ അവിടെ നല്ലൊരു കടയിൽ ഒരു വലിയ ചക്കര ഇരിക്കുന്ന കണ്ടേ. അപ്പോൾ അവർ പറഞ്ഞു നല്ല ചക്കരയാണ്. അതായത് നമ്മുടെ പണ്ടത്തെ ചക്കരയുണ്ടല്ലോ, പണ്ട് കാലത്ത് നമ്മുടെ പൂർവികർ മുത്തച്ഛന്മാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചക്കരയാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഞങ്ങൾ മേടിച്ചതാണ്. അപ്പം ഈ ചക്കരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഷുഗർ ഭയങ്കര കുറവുള്ള ചക്കരയാണ്, പക്ഷേ ഭയങ്കര വില കൂടുതലാണ് ഇതിന്. അപ്പം ഞങ്ങളിത് മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഞങ്ങളിപ്പോൾ ഇത് നമ്മൾ കാപ്പിക്കകത്തും ചായക്കകത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് കാപ്പി അനത്തുമ്പോൾ നമ്മൾ ആദ്യമേ ചക്കര ഇട്ട് കൊടുക്കണം. പക്ഷേ ചായ അനത്തിയതിന് ശേഷം നമ്മൾ ചായ അരിക്കണം. ചായ അരിച്ചതിന് ശേഷം മാത്രം കുറച്ച് ചക്കര പൊടിക്കണം. ചക്കര പൊടിച്ച് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കുറച്ച് ലേശം അതിനകത്ത് ചായ കുടിക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് കാര്യമായി ഷുഗർ വരത്തില്ല. ഇപ്പോൾ ഒരാൾക്ക് എപ്പോഴും അല്പം ഇടയ്ക്കെങ്കിലും എപ്പോഴും ശകലം മധുരമുള്ള ചായ കുടിക്കണേ എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ചക്കര ഇട്ട് നമുക്ക് ചായ കുടിക്കാവുന്നതാണ്. നമ്മുടെ ശരീരത്തിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചക്കരയാണിത്. അപ്പം ഇടയ്ക്കൊക്കെ നമുക്ക് ഒരു ചക്കരക്കാപ്പി കുടിക്കണം, മഴയൊക്കെ അല്ലേ, കുടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ എന്തിനാണ് ഈ പഞ്ചസാര നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ശരീരം നശിപ്പിച്ച് കളയുന്നത്? അതിൽ എത്രയോ നല്ലതാണ് ചക്കര മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ ഇതുപോലെ മുറിച്ച് ഒരു പാത്രത്തിനകത്ത് നമ്മൾ അടച്ച് മൂടി വെച്ച് ആവശ്യത്തിന് നമ്മൾ ഇച്ചിരി ഒരു ചക്കര മേടിച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു ഫാമിലിക്ക് ഒരു ഇതുപോലൊരു വലിയ ചക്കരയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മാസത്തേക്കെങ്കിലും മിനിമം അത് ഉപയോഗിക്കാൻ കാണും.